നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാർ ഇവിടെ കാര്യങ്ങൾ മുഴുവൻ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാർ അങ്ങോട്ട് വരുന്നില്ലേ? വന്നുകൊണ്ടിരിക്കുക, ഉടനെ എത്തും. സെക്രട്ടറി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എടാ, ഇങ്ങനെ കാളവണ്ടി ഓടിക്കും പോലെ ഓടിക്കാതെ പറപ്പിച്ച് വിടും മക്കളെ. രാഖിയും സാഗറും കൂടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ. അവര് പിന്നാലെ ഉണ്ടമ്മേ. ഈ കല്യാണത്തിന് വേണ്ടി എന്റെ പെങ്ങളും കുറേയേറെ ബുദ്ധിമുട്ടി. രാഖി സാഗറും ഈ ബന്ധത്തെ ആദ്യം എതിർത്തതാ. അവസാനം അവര് സമ്മതിച്ചു. എല്ലാം ദൈവനിശ്ചയം. ഇനി എന്നെ സാറെന്ന് വിളിക്കരുത്. അടഞ്ഞുപോയ വാതിൽ നിറദീപമായി തുറന്ന് വന്ദന എന്റെ മോളുടെയും ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു കുറവും വരില്ല വന്ദനയ്ക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മയുടെ അടുത്തേക്കാണ് വന്ദന വരാൻ പോകുന്നത്. ചിന്താവിഷ്ടയായ വന്ദന. ചേച്ചി ഇത്ര സുന്ദരിയായിരിക്കുന്നു ഞാൻ വിചാരിച്ചതേയില്ല. ആരും കണ്ണു വെച്ചു പോ. വീഡിയോ കോൾ ചെയ്ത് രാജീവേട്ടനെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ? അയ്യോ, അതൊന്നും വേണ്ട. എന്നാ ഫോൺ വിളിച്ച് എത്താറായോന്ന് ചോദിക്കേ. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ചേച്ചി വിളിക്കണ്ട, ഞാൻ രാജീവേട്ടനെ വീഡിയോ കോൾ ചെയ്യാൻ പോവാ. ചേച്ചി ഇപ്പോഴേ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റൂ. പിന്നെ ഭാര്യയുടെ ലേബലാ. അങ്ങനെ പറഞ്ഞു കൊടുക്കടി. പക്ഷേ നീ ഫോൺ വിളിച്ച് ചേച്ചിക്ക് കൊടുത്തേ. പേടിക്കണ്ട, ഓഡിയോ കോളാ. സംസാരിക്കേ. ഹലോ വന്ദന. സർ, ഇവിടെ എല്ലാരും പറഞ്ഞപ്പോ പുറപ്പെട്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അത് ശരി. അപ്പൊ എല്ലാരും പറഞ്ഞുകൊണ്ട് വിളിച്ചതാ, അല്ലാതെ വന്നയുടെ സ്വന്തം ഇഷ്ടത്തിനല്ല. അയ്യോ സർ, അതല്ല. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാഫിനെ പോലെ സംസാരിക്കാതെ ഭാര്യയുടെ ടോണിൽ സംസാരിക്കുക ചേച്ചി. ഞാനേ വന്ദനെ അങ്ങോട്ട് വിളിക്കാൻ ഭാവിച്ചപ്പോഴാണ് വന്ദനയുടെ കോൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ ദാ എത്താറാവും. ആ പിന്നെ ഞാൻ വന്ദനയ്ക്ക് ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതിപ്പോ പറഞ്ഞാൽ എങ്ങനെയാ സർപ്രൈസ് ആകില്ലല്ലോ, നേരിട്ട് പറയാം. ആ, നല്ല മഴ പുറത്ത്, സൂക്ഷിച്ച് വണ്ടി ഓടിക്കണേ. കെട്ടാൻ പോകുന്ന ആളിന്റെ ശബ്ദം കേട്ടപ്പോ സൗന്ദര്യത്തിൽ കൂടിയല്ലോ. നീ നോക്കി, അവളൊക്കെ ചുമന്ന് തൊടുത്ത്. ചേച്ചിയുടെ നാണിച്ച് ചുവന്ന മുഖം കാണാനാ വിളിക്കാൻ പറഞ്ഞത്. ഒരു സർപ്രൈസിന്റെ കാര്യം രാജീവട്ടം പറഞ്ഞല്ലോ, അതെന്താണെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അത് രാത്രിയിൽ ചെവിയിൽ പറയും.
ഉണ്ടല്ലോ, വേഗം എടുക്ക്. അയ്യോ അച്ഛാ, ഒന്ന് നോക്കിയിട്ട് വരാം. ലോറി ഇടിച്ച് കാറിൽ നമ്മുടെ കാറും കൂട്ടിയിടിച്ചിട്ടുണ്ട്. അച്ഛാ, എന്താണ് അവസ്ഥ നോക്കിയിട്ട് വരാം. വേണ്ട, ആദ്യം ഇടിച്ചത് ലോറിയല്ലേ. ആർക്കെങ്കിലും പരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലോറിക്കാരന്റെ കുറ്റം. ആ ഡോർ എങ്ങനെയെങ്കിലും തോന്നുന്നു ആ കൊച്ചിനെ പുറത്തെടുക്ക് വേഗം. അതിന് നീ പോയിട്ട് എന്ത് ചെയ്യാനാ? അച്ഛാ, എന്താ ഇത്? അവരാണെന്ന് നോക്കണ്ടേ? പരിക്ക് പറ്റിയൊരു ഹോസ്പിറ്റലിലാക്കണ്ടേ? എടാ മരക്കഴുതേ, ഇടിച്ച ലോറി നിർത്താതെ പോയില്ലേ? നീ ഇപ്പൊ ഇറങ്ങിച്ചെന്ന ഈ ആക്സിഡന്റ് മുഴുവൻ പഴി നിന്റെ ചുമലിലിരിക്കും. ഒടുവിൽ നീ പ്രതിക്കൂട്ടിലുമാകും. അച്ഛാ, അതൊന്നും സാരമില്ല, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ദാ, അച്ഛാ, അച്ഛാ, ഞാൻ നോക്കട്ടെ. പറയുന്ന കേൾക്കും. അവിടെ നിൽക്കാൻ. വേഗം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.